ഹായ് മിഷവരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നിങ്ങളിപ്പോൾ കാണുന്ന കോളനി നമ്മളൊരു 3 ദിവസത്തിന് മുൻപ് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചതാണ്. അതായത് നല്ല അടിപൊളി ഒരു മദർ കോളനി ഉണ്ടായിരുന്നു. ആ കോളനിയിൽ നമ്മൾ തുറക്കുന്ന സമയത്ത് നല്ല അടിപൊളി പുതിയ മുട്ടയിലാണ് റാണി സെല്ല് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാനിന്നത് തുറന്ന് നോക്കുന്നതാണ് കേട്ടോ. അങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് അകത്ത് നല്ലപോലെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പഴയ മുട്ടകളൊക്കെ നല്ലതുപോലെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് പുതിയ കുഞ്ഞുങ്ങളെ കാണാനും പറ്റി കേട്ടോ. പിന്നെ നമ്മൾ റാണി സെല്ലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു റാണി സെല്ലിൻ്റെ ഒരു ഹാഫ് വർക്ക് കേട്ടോ, ഒരു പകുതിയോളം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളന്ന് 3 ദിവസത്തിന് മുൻപ് ഞാനിത് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കപ്പ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. എന്തായാലും അവർ മെഴുകൊക്കെ വെച്ച് നല്ലപോലെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടുകളെല്ലാം നല്ലപോലെ അതിനകത്തുള്ള എന്താ പറയുക, പുതിയ മുട്ടയും പഴയ മുട്ടയും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ അത് എൻട്രൻസിൻ്റെ അകഭാഗമാണ് കേട്ടോ. അത് നല്ലതുപോലെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ബാക്കിയുള്ള സൈഡുകളെല്ലാം ഇങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലായിടത്തും നല്ലപോലെ പില്ലറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ കൂട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മെഴുക് കൂടെ നമ്മൾ അഡീഷണലി ചെയ്യുക. അതായത് തേനെടുത്തിട്ടുള്ള ആ മെഴുക് നല്ലതുപോലെ കഴുകി ഉണക്കി നമ്മൾ ഇങ്ങനത്തെ മാറ്റുന്ന കൂടുകളിനകത്ത് കുറച്ച് നമ്മൾ കൂടുതലായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ പെട്ടെന്ന് വർക്കുകളൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ കൂടുതൽ അടിപൊളിയായിട്ട് അവർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു 1.5 മാസത്തിന് മുൻപ് ഞാൻ ഈ കൂട് തുറക്കുന്നത്, അതായത് എൻ്റെ മദർ കോളനി തുറക്കുന്ന സമയത്ത് നമ്മളെ ഈ റാണിമുട്ടയുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഹാഫായിട്ടിരിക്കുന്ന ഒരു കപ്പ് മാത്രമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാനിപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്താണ് ആ റാണി സെല്ല് നല്ലപോലെ അതിൻ്റെ എന്താ പറയുക പൂർത്തിയായത് കേട്ടോ. അതിൻ്റെ വർക്കെല്ലാം പൂർത്തിയാക്കിയിരുന്നപ്പോഴാണ് നമ്മൾ പിന്നെ ആ കൂട് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ. ഒരുപക്ഷെ നമ്മളപ്പോഴും അത് സ്പ്ലിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ വീണ്ടും റാണി ഇതിൻ്റെ പുറമെ വീണ്ടും അടുത്ത മുട്ടകളൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇതിനങ്ങ് മാറ്റി ആ കൂട് സ്പ്ലിറ്റ് ചെയ്തത്. അത് മാത്രമല്ല അതിൽ ധാരാളം ഈച്ച ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വർക്കും കാര്യങ്ങളും, അതായത് ഇപ്പോൾ 3 ദിവസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് ഒരു വീഡിയോ പിടിച്ചതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ അതായത് നമ്മളെ ഹണി ചേമ്പറാണ് കേട്ടോ. ഹണി ചേമ്പറിൻ്റെ ഭാഗത്ത് അവർ സാധാ ഇത് ബ്ലോക്കാണ് ചെയ്യുന്നത്, അവർ അടക്കിയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഈ വഴിയിൽ അവർ കുറച്ച് ദൂരം ഇങ്ങനെ മെഴുക് വെച്ച് ഒരു എൻട്രൻസ് കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് വേറെ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ 2 ഭാഗത്തും നമ്മളതുപോലെ വാക്സ്, അതായത് മെഴുക് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ തേനും പൂമ്പൊടി എല്ലാം അവർ നല്ലപോലെ നമ്മളെ ഈ ബോക്സിനകത്ത് തന്നെ സീൽ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മച്ചന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ചെറുതനുസരിച്ച് നമ്മൾ ഒത്തിരി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.